മുമ്പൊക്കെ ആണെങ്കിൽ സ്കൂൾ അങ്ങോട്ട് തുറക്കാറാവുമ്പോഴത്തേക്കും ആയിരുന്നു മഴ തുടങ്ങാറ്. ദാ ഇപ്പൊ സ്കൂൾ അടച്ചപ്പോഴത്തേക്കും ഇവിടെ മഴ തുടങ്ങി കേട്ടോ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ വരെ പോവാണ്. ദാ ഇവരെ കൊണ്ടുവിടാനായിട്ട് പോവാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് നാട്ടിലേക്ക് പോവാണെന്ന്. ഇവരെ നാട് ആസാമാണ്. ഇവർ ഇന്ന് ഇവിടുന്ന് പോയാൽ ഒരു 3 ദിവസം എടുക്കും കേട്ടോ അവിടെ എത്താനായിട്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈമിൽ ചെറിയ മഴ ഉണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ അങ്ങ് മാറി. റോഡിലാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. ഒരു അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ അടുത്ത്. അപ്പോൾ അവിടെ ഭയങ്കര റോഡ് ബ്ലോക്ക് ആയിരുന്നു. ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ച് എത്താൻ ലേറ്റ് ആവുമെന്ന്. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയായിരുന്നു. ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 8:45 കേട്ടോ ട്രെയിൻ ഉള്ളത്. എന്തായാലും ട്രെയിനിന്റെ സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാം എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി. നൈറ്റ് ആയതുകൊണ്ട് റോഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച ടൈമിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ റീച്ച് ആയി കേട്ടോ. എന്റെ ത്രോട്ടിന് ചെറിയൊരു ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ചെറിയ സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനാണിത്. അപ്പോൾ അവർ ഇറങ്ങി ലഗേജ് ഒക്കെ എടുത്ത് യാത്ര പറയാം. അവർ പോയതിൽ ഏറ്റവും സങ്കടം അഭിനയനായിട്ട് കേട്ടോ. പുള്ളിയുടെ കൂടെ കളിക്കാൻ ആരും ഇല്ല എന്നുള്ള സങ്കടമാണ്. ക്രിക്കറ്റ് കളിയായിട്ടും അല്ലാതൊക്കെ ആയിട്ടും അവരുടെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു അവര്. പിന്നെ അവനെ ഒന്ന് കൂളാക്കാനായിട്ട് കൊല്ലം ബീച്ചിലേക്ക് പോയി കേട്ടോ. എനിക്ക് ബീച്ചിൽ പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ഈ ഇടയ്ക്കും കൊല്ലം ബീച്ചിൽ ആരോ കുളിക്കാൻ ഇറങ്ങിയിട്ട് മരണപ്പെട്ടു എന്നൊക്കെ വാർത്തയിലുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ബീച്ചിലേക്ക് ചെന്നപ്പോൾ അവിടെ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ബീച്ചിലൂടെ നടന്നു. വളരെ അപകടം പിടിച്ചൊരു ബീച്ച് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഈ കൊല്ലം ബീച്ച്. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഇവിടെ മരണപ്പെട്ടവരുടെ എണ്ണം തന്നെ 40 മേലെയാണ് കേട്ടോ. ലൈഫ് ഗാർഡ്സ് ഒക്കെ അത്യാവശ്യം വാണിംഗ് കൊടുക്കുമെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ കുറേ പേര് ഇറങ്ങുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട്. ബീച്ചിൽ ഇറങ്ങണമെന്നും കാല് നനയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് ഓരോ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചെങ്കിൽ രണ്ടാൾക്കും കുറേശ്ശെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ചില്ലാക്കിയിട്ട് കുറേ നേരം കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ.